പ്രസിഡന്റ് ട്രംപ് അമേരിക്ക കണ്ട ഏറ്റവും ബുദ്ധിശൂന്യനായ പ്രസിഡൻ്റായിരുന്നു. അമേരിക്കയെ അനാവശ്യമായി ഒരു വൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച ഒരു യാതൊരു ക്രാന്തദർശിത്വമില്ലാത്ത ഒരാളായി ചരിത്രം വിലയിരുത്തും. ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലായിരിക്കും ട്രംപിൻ്റെ സ്ഥാനം. ആരാവണം ഇറാൻ്റെ പ്രസിഡന്റ് എന്ന് പറയേണ്ടത് അമേരിക്ക അല്ല. ഇത് കൃത്യമായി ചൈന ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ്. പല രാജ്യങ്ങളും മൗനം പാലിക്കുമ്പോൾ ചൈന ഓപ്പണായി അഭിപ്രായം പറയുകയാണ്. യുദ്ധം ചെയ്യുന്ന ഇറാനെ സാങ്കേതിക വിദ്യാപരമായി സഹായിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിശ്വാസം. യുദ്ധം നീണ്ടു പോകുന്തോറും സമ്മർദ്ദം കൂടുതൽ അനുഭവിക്കുക അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും ആവും എന്നും അവരെ പിന്തിരിയാൻ നിർബന്ധിതരാകും എന്നും അതുവരെ ഇറാൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ തങ്ങൾ കൂടി ചേർന്ന് പിടിച്ചു നിർത്തും എന്നുമുള്ള റഷ്യയുടെ നയമാണ് ഇപ്പോൾ നമുക്ക് പുടിൻ്റെ പ്രസ്താവനയിലൂടെ കാണുന്നത്. ഇറാനിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായുള്ള വിദേശ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിൽ ഭരണകൂട മാറ്റത്തിന് ശ്രമിക്കുന്ന US ഇസ്രായേൽ നീക്കത്തിനെതിരെയാണ് മുന്നറിയിപ്പുമായി ചൈന രംഗത്തെത്തിയത്. ഇസ്രായേൽ US ആക്രമണത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ ചൈന അപലപിച്ചിട്ടുമുണ്ട്. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിക്കുന്നുണ്ട് എങ്കിലും റഷ്യയുമായുള്ള ചൈനയുടെ ബന്ധം ദൃഢമായി തുടരുമെന്ന് ചൈന ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയെ ലക്ഷ്യം വെക്കുന്നതിനെ എതിർത്താണ് ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെ ഏത് രീതിയിൽ നോക്കിക്കാണണം? മുജ്തബ ഖമനേയിയെ പരമോന്നത നേതാവായി നിയമിച്ചത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണ് എന്നാണ് ചൈന വിശേഷിപ്പിച്ചിരിക്കുന്നത്. ന്യായീകരണം എന്തു തന്നെയായാലും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ ചൈന എതിർക്കുന്നു. ഇറാന്റെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ മാനിക്കപ്പെടണം. മുജ്തബയുടെ നിയമനം ഇറാനിലെ ഭരണഘടനാപരമായ പ്രക്രിയയിലൂടെയാണ് നടന്നത് എന്നും ചൈന വിശദീകരിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ഏഷ്യയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ ചൈനയുടെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയ്ക്ക് ഏറെ അർത്ഥതലങ്ങളില്ലേ? ഓരോ രാജ്യത്തും അതിൻ്റെതായ ചില ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, രീതികളുണ്ട്, രീതിശാസ്ത്രങ്ങളുണ്ട് ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ. അത് ഇറാനും അതുപോലെ തന്നെയാണ്. ഒരു ഭരണമാറ്റം ആവശ്യം വരുമ്പോൾ ഇറാൻ ജനത തീരുമാനിക്കും, ഇറാൻ്റെ വ്യവസ്ഥിതി, ഭരണഘടന തീരുമാനിക്കും. ഇതേക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല. ആരാവണം ഇറാൻ്റെ പ്രസിഡന്റ് എന്ന് പറയേണ്ടത് അമേരിക്ക അല്ല. ഇത് കൃത്യമായി ചൈന ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ്. പല രാജ്യങ്ങളും മൗനം പാലിക്കുമ്പോൾ ചൈന ഓപ്പണായി അഭിപ്രായം പറയുകയാണ്. ഇറാനിയൻ ജനത തീരുമാനിച്ചുകൊള്ളും. അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി അത് പറയാനുള്ള അവകാശമില്ല, അവസരമില്ല. ഇതാ മുജ്തബ ഖമനേയിയെ പുതിയ നേതാവായി, പരമോന്നത നേതാവായി ഇറാൻ്റെ ഇപ്പോഴത്തെ സംവിധാനം തിരഞ്ഞെടുത്തു. ആരെ തിരഞ്ഞെടുത്താലും തങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ട് മുജ്തബയെ തിരഞ്ഞെടുത്തത് തങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോൾ നിയതമായ ചില ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ലോകക്രമം പോകണം. അപ്പം ചൈന എടുക്കുന്നൊരു നിലപാടാണ്. നോക്കൂ, അമേരിക്കയെ ലോകത്തെ 1-ാം നമ്പർ സൈനിക സാമ്പത്തിക ശക്തിയാണെങ്കിൽ ചൈനയാണ് 2-ാം നമ്പർ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും. മുൻകാലങ്ങളിൽ അത് റഷ്യ ആയിരുന്നു. ഇപ്പോൾ ആ റഷ്യ മുൻകാലങ്ങളിൽ വഹിച്ച ആ ഒരു ശക്തി ഇപ്പോൾ ചൈനയ്ക്കാണ്. അമേരിക്ക ഈസ് എ 30 ട്രില്യൺ ഇക്കോണമി, ചൈന ഈസ് എ 19 ട്രില്യൺ ഇക്കോണമി. അത് വലിയൊരു സമ്പദ് വ്യവസ്ഥയാണ്. ശക്തമായ ആയുധങ്ങളുണ്ട്. ഒരുപക്ഷെ അമേരിക്ക ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും ഇടപെടുകയും നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നു. ചൈന പൊതുവെ അത് ചെയ്യാറില്ല. ചൈനയുടെ കാര്യം മാത്രം നോക്കി മുൻകാലങ്ങളിൽ 18-19 നൂറ്റാണ്ടുകളിൽ അമേരിക്ക അഡോപ്റ്റ് ചെയ്തിരുന്ന സമാനമായ നിലപാടാണ് ചൈന ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ചൈനയ്ക്ക് വളരേണ്ടതുണ്ട്. വളർച്ചയുടെ ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിലെ ഇടപെടലുകൾ തിരിച്ചടി ഉണ്ടാക്കും എന്നതുകൊണ്ട് ചൈന ആ ഇടപെടലുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. അതേസമയം ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി എല്ലാം തന്നെ അതിർത്തി തർക്കങ്ങളുള്ള രാജ്യവുമാണ് ചൈന. തൈവാനെ ആക്രമിച്ച് കീഴടക്കാൻ തക്കം പാർത്ത് നിൽക്കുകയുമാണ് ചൈന. ഇപ്പം എല്ലാവരുടെയും നാവിൻ തുമ്പിലെ ചോദ്യം, അമേരിക്കയ്ക്ക് ആക്രമിക്കാമെങ്കിൽ എന്തുകൊണ്ട് ചൈനയുടേതായ ടെറിട്ടോറിയൽ ക്ലെയിം എക്കാലത്തും ഉണ്ടായിരുന്ന ഫോർമോസ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ചൈന, ഇതിപ്പോൾ തൈവാൻ എന്ന് പറയുന്ന ആ ചൈനയെ ആക്രമിച്ച് കീഴടക്കിക്കൂടാ? ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് അമേരിക്കയുടെ മുഴുവൻ ശ്രദ്ധ
അങ്ങോട്ട് തിരിയുമ്പോൾ ചൈന അങ്ങനെ ഒരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. നോക്കൂ, USS എബ്രഹാം ലിങ്കൻ ചൈനയുടെ അതായത് സൗത്ത് ചൈന സീ ഭാഗത്ത് മലാക്ക കടലിടുക്കിനും വടക്ക് മാറി ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു. അത് മലാക്ക കടലിടുക്ക് കടന്ന് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്ക് എത്തി അറബിക്കടലിൽ പ്രവേശിച്ച് ഒമാൻ ഉൾക്കടലിന് സമീപം ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുകയാണ് USS എബ്രഹാം ലിങ്കൻ. പക്ഷെ ചൈനയുടെ നാവിക സാന്നിധ്യം ചെറിയ തോതിൽ ആ പ്രദേശത്തൊക്കെ ഉണ്ട്. പർഷ്യൻ ഗൾഫ് മേഖലയിൽ ഒരു ചൈനീസ് കപ്പലുണ്ട്. അത് നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല, റഷ്യക്കുള്ളത് പോലെ തന്നെയുള്ള വ്യോമ നിരീക്ഷണ സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് സർവെയിലൻസ് ചൈനയ്ക്കുമുണ്ട്. അങ്ങനെ ലഭിക്കുന്ന സ്ട്രാറ്റജിക് ഇൻപുട്ടുകൾ ഇറാനുമായി പങ്കുവയ്ക്കുന്നതിന് ചൈനയ്ക്ക് തടസ്സങ്ങളില്ല. അത് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു എന്നല്ല അർത്ഥം. യുദ്ധം ചെയ്യുന്ന ഇറാനെ സാങ്കേതിക വിദ്യാപരമായി സഹായിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിശ്വാസം. പക്ഷേ ആക്റ്റീവായി രംഗത്ത് വരില്ല. പരമാവധി പ്രസ്താവനകളിലൂടെ അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണത്തെ അപലപിക്കുകയും ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരെ അംഗീകരിക്കുകയും പുതിയ ഭരണകൂടത്തിന് വേണ്ട ധാർമ്മിക പിൻബലം, സൈനിക പിൻബലമല്ല ധാർമ്മിക പിൻബലം നൽകുകയും ചെയ്യുക എന്ന ഒരു നയമാണ് ചൈന പിന്തുടരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ സൈനികമായി തന്നെ ഒരു ബാലൻസ് അവിടെ ഉണ്ടാകണമെങ്കിൽ ഇറാന് എന്തെങ്കിലും രീതിയിൽ സൈനികമായി ദീർഘകാലത്തേക്ക് അമേരിക്കയുമായി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇറാൻ്റെ സപ്ലൈ ചൈനയിൽ നിന്ന് എത്തേണ്ടി വരും. അത് കടുത്ത ഉപരോധം മറികടന്നുകൊണ്ട് എത്താൻ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി നിലവിൽ ലഭിച്ചിട്ടുള്ള സഹായം കുറേ കാലം കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ശബ്ദാതിവേഗ മിസൈലുകൾ ഇറാനുണ്ട്. ഫത്ത റേഞ്ചിലുള്ള ചില മിസൈലുകൾ, അത് ശബ്ദാതിവേഗ മിസൈലുകളാണ്. ഹൈപ്പർ സോണിക് മിസൈൽ എന്ന് പറയും. ശബ്ദത്തിൻ്റെ 7 ഇരട്ടി വരെ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള മിസൈലുകളാണ്. അപ്പോൾ അമേരിക്കയുടെ THAAD സംവിധാനത്തിനും പേട്രിയോട്ട് സംവിധാനത്തിനും അത് എത്രത്തോളം തടയാൻ കഴിയും ചോദ്യമാണ്. 3 മിസൈൽ ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരണമുള്ളത്. പക്ഷേ 600ഓളം മിസൈലുകൾ, ഈ റേഞ്ചിലുള്ള മിസൈലുകൾ ഇറാൻ്റെ ശേഖരത്തിലുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും കുറേ മിസൈലുകൾ കാണാൻ സാധ്യതയുണ്ടല്ലോ. ഈ മിസൈലുകൾക്ക് പ്രഹരശേഷിയും കൂടുതലായിരിക്കും. കാരണം ശബ്ദാതിവേഗമായി നീങ്ങുന്ന മിസൈലുകളെ തടുക്കാൻ ഒരുപക്ഷെ THAAD സംവിധാനത്തിന് കഴിയില്ല. ഇറാൻ്റെ ഒരു തന്ത്രം കൂടിയാണ് ഈ ചെറുകിട മിസൈലുകളെ, ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, അത്ര വിനാശകാരികളല്ലാത്ത മിസൈലുകൾ വരുമ്പോൾ THAAD സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കും. പേട്രിയോട്ട് മിസൈലുകൾ ചീറിപ്പായും. അങ്ങനെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ മിസൈലുകളുടെ എണ്ണം ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരും. അപ്പോഴാണോ ഈ ചൈനീസ് നിർമ്മിതവും ചൈനയുടെ സഹായത്തോടുകൂടി ഇറാൻ വികസിപ്പിച്ചെടുത്തതുമായ ശബ്ദാതിവേഗ മിസൈലുകൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നറിയില്ല. അതുകൊണ്ട് ചൈന നേരിട്ട് രംഗത്തേക്ക് വരുന്നതിനെക്കുറിച്ച് ഇപ്പോഴും സ്ഥിരീകരണമില്ല, സൂചനകൾ പോലുമില്ല. പക്ഷേ ചൈന ഈ യുദ്ധത്തിൽ അദൃശ്യ ശക്തിയായി ഇറാനോടൊപ്പമുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഒരുപാട് വാചകങ്ങൾ ചൈനീസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇറാൻ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. റഷ്യയും ചൈനയും കളി മാറി നിന്ന് കാണുന്നു എന്ന പ്രതീതിയാണ് പൊതുവെ ഉണ്ടാകുന്നത്. എങ്കിലും കുറച്ചുകൂടി ആക്റ്റീവായി അവരുടെ പാർട്ടിസിപ്പേഷൻ യുദ്ധരംഗത്തല്ല, മറിച്ച് ഒരു സപ്പോർട്ടിംഗ് റോൾ എന്ന നിലയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇനിയുള്ള നാളുകളിൽ. ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ ആക്രമണങ്ങളെ നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച ചൈന വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷ്യ നൽകുന്ന ബാഹ്യ പിന്തുണ പോലെ വേണ്ട സമയത്ത് ഞങ്ങളും ഇടപെടും എന്ന ഒരു മുന്നറിയിപ്പ് ഭീഷണി കൂടി ഇതിലുണ്ടോ? ചൈനയ്ക്ക് എക്കാലത്തെയും അഭിമാന പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. 1 ബെൽറ്റ് 1 റോഡ്. പ്രാചീന കാലത്തെ ചൈനീസ് സിൽക്ക് പാത പുനരുജ്ജീവിപ്പിച്ച് ചൈനയിൽ നിന്നും പടിഞ്ഞാറേക്ക് കരമാർഗം വലിയ ഒരു പാത ഒരുക്കുകയും അതിലെ വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും ചെയ്യുക എന്ന വിശാലമായ പദ്ധതി. ഈ പദ്ധതി നിർമ്മാണ ഘട്ടത്തിലാണ്, പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. ഒരു പരിധിവരെ പല സെഗ്മെൻറ്റും പല സെക്ടറും പൂർത്തീകരിച്ചു. ആ സിൽക്ക് റൂട്ടിലേക്ക് ഇറാനിൽ നിന്നും, ഇറാഖിൽ നിന്നും, സിറിയയിൽ നിന്നും, തുർക്കിയിൽ നിന്നും, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ നാരായ വേരുകൾ പോലെ എത്തുന്ന അനേക റോഡുകളുണ്ട്. അതൊരു ബെൽറ്റാണ്. ആ ബെൽറ്റ് അസ്ഥിരപ്പെടുക എന്നതാണ് യുദ്ധം കൊണ്ട് സംഭവിക്കുന്നത്. ഇറാൻ എന്നത് ആ ബെൽറ്റിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു രാജ്യമാണ്. ഇറാനിൽ ഉണ്ടാകുന്ന അസ്ഥിരത
ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ ദോഷകരമായി ബാധിക്കും. അത് ചൈനയുടെ ഒരു ആശങ്ക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട് ഇന്ത്യക്ക്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ചൈനയുടെ ആണെങ്കിൽ അതിന് ബദലായി സ്പൈസ് റൂട്ട്, അത് കടൽ മാർഗമാണ്. കടൽ മാർഗം സ്പൈസ് റൂട്ട് എത്തി നിൽക്കുന്നത് ഇറാൻ്റെ കരയിൽ ചബഹാറിലേക്ക് എത്തുന്ന ഒരു വിങ്, ഒരു ചെറിയ വിങ്. വലിയ വിങ് ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ്. അപ്പം IMEC എന്ന് പറയും, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോർ. അപ്പം ഈ ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നതാണ് ശരി. ഈ രണ്ടും അവതാളത്തിലാകുന്നു. ഇസ്രായേൽ യുദ്ധത്തിലാണ്, അറബ് രാജ്യങ്ങൾ യുദ്ധസമാനമായ സാഹചര്യം നേരിടുന്നു, ഇറാൻ യുദ്ധത്തിൽ തന്നെയാണ്, ആക്രമണം നേരിടുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമാണ് ചബഹാർ തുറമുഖം. അതിപ്പോൾ അത്ര പ്രവർത്തനക്ഷമമല്ല. ഇന്ത്യ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനുവേണ്ടി തുക അനുവദിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഇസ്രയേലും സൗദി അറേബ്യയും ജോർദാനും എല്ലാം അടങ്ങുന്ന ആ പശ്ചിമ ഏഷ്യൻ മേഖല കടന്നു വേണം യൂറോപ്പിലേക്ക് മെഡിറ്ററേനിയനിലൂടെ ഇന്ത്യൻ ചരക്കുകൾ എത്താൻ, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചരക്ക് ഗതാഗതം. അത് യുദ്ധം തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ പ്രഖ്യാപിച്ചതാണ്. 2023 G20 സമ്മിറ്റിൽ വെച്ച് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു ഇനിഷ്യേറ്റീവാണ് ഈ പറയുന്ന യൂറോപ്പ് ഇന്ത്യ ട്രേഡ് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ. അവിടെയും അവതാളത്തിലാണ്. അപ്പം ചൈനയെപ്പോലെ തന്നെ ഇന്ത്യയും സാഗൂതം വീക്ഷിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ വ്യാപാര താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എണ്ണ എന്ന കാര്യം മാത്രമല്ല, വ്യാപാരപരമായ എല്ലാ വസ്തുക്കളും കടന്നു പോകേണ്ട മാർക്കറ്റ് റോഡുകളാണ്. അത് ചൈന വളരെ ഉച്ചത്തിൽ തന്നെ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം ചൈനയ്ക്ക് എണ്ണ ഉൾപ്പെടെ ലഭിക്കുന്നത് ഇറാനിൻ്റെ എണ്ണ വിൽപ്പനയുടെ 80% ചൈനയിലേക്കാണ്. ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ വെനിസുലയിൽ നിന്ന് എണ്ണ കിട്ടാനില്ലാതെ വരുന്നു. ഇറാൻ എന്ന വലിയ സോഴ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് എണ്ണ കിട്ടാനുള്ള പ്രധാന സോഴ്സ് റഷ്യ മാത്രമായി മാറുന്നു. പിന്നീട് ചെറിയ ചെറിയ തോതിൽ നൈജീരിയയിൽ നിന്നൊക്കെ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് പോലെ ചൈനയും വാങ്ങുന്നുണ്ടാവണം. അതുകൊണ്ട് ചൈന സ്വല്പം കൂടി ഉച്ചത്തിൽ ഇനിയുള്ള നാളുകളിൽ പ്രതികരിക്കാനും വേണ്ട തന്ത്രപരമായ ഇടപെടലുകൾ, നയതന്ത്ര തലത്തിൽ പോലും ഇടപെടലുകൾ നടത്താനുമുള്ള സാധ്യതയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. രണ്ട് മഹാശക്തികളും ഇതുവരെ ഇറാനെ നേരിട്ട് സൈനികമായി പിന്തുണയ്ക്കാത്തതിന്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് നേരത്തെ താങ്കളും സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ചൈനയും റഷ്യയും ഇറാന് പ്രത്യക്ഷ സൈനിക പിന്തുണ നൽകിയാൽ അത് US-മായി നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഒരു സാഹചര്യമുണ്ടോ? ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. ചൈന ആഗ്രഹിക്കില്ല, റഷ്യ ആഗ്രഹിക്കില്ല. ഇറാൻ അതിനൊരു വേദിയാകുമോ? അമേരിക്ക അതിനൊരു കാരണമാകുമോ? ഇത് ലോകം ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇത് മേഖലാ യുദ്ധം, പൂർണ്ണ അർത്ഥത്തിലൊരു മേഖലാ യുദ്ധമാണ്. മേഖലാ യുദ്ധത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ അത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കാൾ ഭീതിതമായിരിക്കും. ആണവ ആയുധങ്ങളുടെ ഉപയോഗം ഉൾപ്പെടെ സംഭവിച്ചാൽ ലോകത്ത് മാനവരാശി തന്നെ ഉണ്ടാവണമെന്നില്ല. ആ രീതിയിലേക്ക് യുദ്ധം വ്യാപിക്കാതിരിക്കുന്നതിന് ഏറ്റവും അഭികാമ്യം അമേരിക്ക തന്നെ ഒരു വിഡ്രോയൽ പ്ലാൻ, മുഖം രക്ഷിച്ചുകൊണ്ട് തന്നെ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തി എന്നവർക്ക് പറയത്തക്ക രീതിയിൽ മുഖം രക്ഷിച്ചുകൊണ്ട് തന്നെ വിഡ്രോയൽ നടത്തുകയും ഇറാന് അന്തസ്സായി മുന്നോട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും അത് ചെയ്തു കൊടുക്കുക എന്നതാണ് റഷ്യയുടെയും ചൈനയുടെയും റോൾ. അല്ലാതെ യുദ്ധത്തിൽ പങ്കെടുത്ത് ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ്. ആ ഒരു സാഹചര്യം ആരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ചൈനയ്ക്കും റഷ്യയ്ക്കും വളരെ കരുതലോടുകൂടി തന്നെ പ്രസ്താവനകൾ നടത്തേണ്ടതുണ്ട്, കരുതലോടെ പ്രവർത്തിക്കണമെന്നുണ്ട്. കാരണം ഇവിടെ രണ്ട് രീതിയിലാണ് ചൈനയും റഷ്യയും അഫക്റ്റ് ചെയ്യുന്നത്. റഷ്യ ഒരു കണക്കിന് ഊറിച്ചിരിക്കുന്നുണ്ട്. കാരണം റഷ്യ സാമ്പത്തിക ഉപരോധം കാരണം നടുപൊടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓയിൽ സപ്ലൈ ചെയിൻ പൂർണ്ണമായി ബ്ലോക്കായി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ തന്നെ അമേരിക്കയ്ക്ക് എതിരായി നീങ്ങും. അതൊഴിവാക്കാൻ വേണ്ടി റഷ്യയുടെ എണ്ണ വാങ്ങാനുള്ള വിത്തിൻ കൊട്ടേഷൻ അനുവാദം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക കൊടുത്തു. അത് കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി. പക്ഷേ അതേക്കുറിച്ച് അമേരിക്ക നടത്തിയ പ്രസ്താവനകൾ ഇന്ത്യക്ക് വലിയ ദോഷമാണ്. ഇന്ത്യക്ക് അഭിമാനത്തിന്, ഇന്ത്യൻ ഭരണകൂടത്തിന് അഭിമാനത്തിന് വലിയ ക്ഷതമാണ് ഏൽപ്പിച്ചത്. അത് മറ്റൊരു കാര്യം. പക്ഷേ റഷ്യക്കൊപ്പം ഹ്രസ്വകാലത്തേക്കെങ്കിലും റഷ്യൻ ക്രൂഡ് ഓയിൽ
അന്താരാഷ്ട്ര വിപണികളിൽ ഉപരോധത്തിൻ്റെ പ്രശ്നമില്ലാതെ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഇൻവെൻട്രിയിൽ ഇങ്ങനെ പെരുകുന്നു. റഷ്യൻ കപ്പലുകൾ 95 ലക്ഷം ബില്യൺ ബാരലുകൾ ആണ്. അത്രയും വലിയ ക്വാണ്ടിറ്റി എണ്ണശേഖരമാണ് റഷ്യയുടെ പഴയ എണ്ണ കപ്പലുകളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തായി നങ്കൂരമിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇതെല്ലാം തന്നെ കരയിലെത്തിക്കാനും അത്യാവശ്യം ലോകത്തിൻ്റെ എണ്ണ ആവശ്യങ്ങൾ ഈ ഒരു മാസത്തേക്കെങ്കിലും ഭാഗികമായി നിർവഹിക്കാനും ഇത് കഴിയും. അതുകൊണ്ട് അമേരിക്കയ്ക്കും ലേശം പിടിച്ചു നിൽക്കാൻ കഴിയും. ലോകരാജ്യങ്ങളുടെ എതിർപ്പ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും പ്രധാന മേഖലയായ പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തേക്ക് എണ്ണ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ റഷ്യക്ക് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. റഷ്യൻ എണ്ണ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിൽക്കാനാവില്ല. ചൈനയ്ക്ക് പേർഷ്യൻ ഗൾഫിൽ നിന്നുമുള്ള എണ്ണ വ്യാപാരം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ എണ്ണ ചൈനയ്ക്ക് വളരെ നിർണായകമാണ്. അപ്പോൾ ചൈന എന്ന വൻപൻ സമ്പദ് വ്യവസ്ഥ, ലോകത്തെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ചൈനീസ് സമ്പദ് വ്യവസ്ഥയും. അതായത് എണ്ണം, മിഡിൽ ക്ലാസിൻ്റെ എണ്ണം കൊണ്ട് നോക്കുമ്പോൾ അമേരിക്ക അതിനേക്കാൾ വലിയ ഇക്കോണമി ആയിരിക്കാം. പക്ഷേ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഹാപ്പൻസ് ടു ബി മോർ ഇൻ ചൈന ആൻഡ് ഇന്ത്യ ദാൻ ഇൻ അമേരിക്ക. അതുകൊണ്ട് ചൈനയിൽ ഒരു വലിയ മാന്ദ്യം വരുന്നു എന്ന് നല്ലതിനല്ല. ഇന്ത്യയിൽ വരുന്ന പ്രൊഡക്ഷൻ ലോസ് നല്ലതിനല്ല. ഇത് അമേരിക്കയ്ക്കും അറിയാം. അതുകൊണ്ട് ചൈനയും അമേരിക്കയും ആത്യന്തികമായി അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കേണ്ടി വരും എന്നറിയാം. അതൊരു വൻ വിപത്തായി നീങ്ങിയാൽ പ്രസിഡന്റ് ട്രംപ് അമേരിക്ക കണ്ട ഏറ്റവും ബുദ്ധിശൂന്യനായ പ്രസിഡൻ്റായിരുന്നു. അമേരിക്കയെ അനാവശ്യമായി ഒരു വൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച ഒരു യാതൊരു ക്രാന്തദർശിത്വമില്ലാത്ത ഒരാളായി ചരിത്രം വിലയിരുത്തും. ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലായിരിക്കും ട്രംപിൻ്റെ സ്ഥാനം. ട്രംപിൻ്റെ ഉപദേശകർക്ക് ഇക്കാര്യം ട്രംപിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് വീണ്ടും പറയുന്നു, 3ാം ലോകമഹായുദ്ധം ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ. ആണവശക്തിയാകാനുള്ള ഇറാന്റെ നീക്കം തടയാനാണ് ആക്രമണമെന്ന് പറയുന്ന യുഎസിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇറാന്റെ ധാതുസമ്പത്തും റഷ്യയും ചൈനയുമായി രൂപീകരിച്ച അച്ചുതണ്ടുമാണോ? അങ്ങനെ ഒരു വശം കൂടിയുണ്ടോ ഈ യുദ്ധത്തിൽ? ഇറാൻ, റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ക്രിങ്ക് എന്ന് പറയും. C ഫോർ ചൈന, R ഫോർ റഷ്യ, I ഫോർ ഇറാൻ, NK ഫോർ നോർത്ത് കൊറിയ രീതിയിൽ ഒരു സഖ്യം. അത് ഔപചാരികമായ പ്രഖ്യാപനമൊന്നും നടത്തി ഉണ്ടാക്കിയൊരു സഖ്യമല്ല. കൺവെർജൻസ് ഓഫ് നാച്ചുറൽ ഇൻട്രസ്റ്റ്. സ്വാഭാവികമായി ഈ രാജ്യങ്ങളുടെ അമേരിക്ക വിരുദ്ധത ഒരു റാലിയിങ് പോയിൻ്റായി വരുമ്പോൾ ഈ രാജ്യങ്ങൾ ഏഷ്യൻ പ്രദേശത്ത് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. റഷ്യ ഒരു ഏഷ്യൻ പവറായിട്ട് കൂടി കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായ ചൈന, വൻ ശക്തിയായ റഷ്യയുടെ ഭൂപ്രദേശത്തിന് 90% ഏഷ്യയിലാണല്ലോ കിടക്കുന്നത്. ഏഷ്യയിലെ ഇസ്ലാമിക ലോകത്തെ വലിയ ശക്തികളിലൊന്നായ ഇറാൻ, അതുപോലെ ആണവശക്തി കൂടിയായ കാര്യമായ ഒരു ഭയാശങ്കകളുമില്ലാതെ നിരന്തരം മിസൈലുകൾ അയച്ച് പരീക്ഷണം നടത്തുന്ന നോർത്ത് കൊറിയ, ഒരു ഏകാധിപതിയുടെ കീഴിലുള്ള നോർത്ത് കൊറിയ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി ഒരു ചേരിയിലേ നിൽക്കാൻ ആവൂ. ആ ചേരിയുടെ പേര് അമേരിക്ക വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ചേരി എന്ന് തന്നെയാണ്. എന്നാൽ ഈ രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായി ചെറിയ ബന്ധമുണ്ട്. ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ തന്നെ ഇസ്രായേലുമായി ബന്ധമുണ്ട്. പക്ഷേ അമേരിക്കയുമായുള്ള ബന്ധം ഇസ്രായേൽ ഉള്ളതുപോലെ ഈ ബന്ധം കാണാനുമാവില്ല. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആവും? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ഈ ക്രിങ്ക് ഫോഴ്സസ് ഒരുമിച്ച് വരില്ലായിരിക്കാം. പക്ഷേ ആത്യന്തികമായി ഇറാൻ്റെ പ്രതീക്ഷ ഇങ്ങനെയുള്ള ഒരു ഫോർമേഷൻ തീർച്ചയായും ആത്യന്തികമായി തങ്ങൾക്ക് അനുകൂലമായി വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആണവ ശക്തികൾ രംഗത്ത് വരുമ്പോൾ, അത് നോർത്ത് കൊറിയ ഇപ്പോൾ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചു, തങ്ങൾ ഇറാൻ അനുകൂലമായി രംഗത്ത് വരാൻ വില്ലിങ്ങാണ്. എങ്ങനെ രംഗത്ത് വരും എന്ന് പറയുന്നില്ല, ആണവ മിസൈലുകളുമായി രംഗത്ത് വരുമെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാറ്റലൈറ്റ് സപ്പോർട്ട് തന്നെ ധാരാളമാണ്. വലിയ രീതിയിലുള്ള ഈ ആകാശത്ത് നിന്നുകൊണ്ടുള്ള സപ്പോർട്ടുകൾ ഇൻ്റലിജൻസ് ഏജൻസിയിൽ, ചൈനീസ് ഇൻ്റലിജൻസ് ഏജൻസിയും റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസിയും നൽകുന്ന വിവരങ്ങളും ഇറാന് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്ന് കണ്ണ് ചിമ്മിയാൽ അമേരിക്ക ആത്യന്തികമായി ലോകക്രമത്തെ അമ്പാടെ വിഴുങ്ങും. അതൊരിക്കലും റഷ്യ ആഗ്രഹിക്കുന്നില്ല, ചൈന ആഗ്രഹിക്കുന്നില്ല, നോർത്ത് കൊറിയയും ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വേറിട്ട ഒരു പന്ഥാവിലേക്ക് ലോകത്തെ കൊണ്ടുപോകണം. ഇപ്പോൾ അമേരിക്കയ്ക്ക് ബെല്ലും ബ്രേക്കുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അത് തുടരാൻ അനുവദിക്കില്ല. അങ്ങനെയാണ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വരും. ഏറെക്കാലം നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ് അമേരിക്കൻ ഡോളറിനെതിരെ
ബ്രിക്സ് രാജ്യങ്ങൾ, ഇതെല്ലാം ബ്രിക്സ് രാജ്യങ്ങൾ, നോർത്ത് കൊറിയ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ചൈനയും റഷ്യയും ഇന്ത്യയും എന്തിന് വൈകി എത്തിയ ഇറാൻ ഉൾപ്പെടെ ബ്രിക്സിലെ രാജ്യങ്ങളാണ്. ഈ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ബ്രിക്സ് എന്ന വാചകം, ആ വാക്ക് കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഒരിക്കൽ കൂടി സാഹചര്യം മാറുകയാണെങ്കിൽ ബ്രിക്സിൻ്റെ ഒരു പുതിയ രൂപം അത് ഇന്ത്യ ആയിരിക്കും. അവിടെ ഒരു ഡാർക്ക് ഹോഴ്സായി, വേറിട്ട കുതിരയായി ബ്രിക്സ് കാണുന്നത് ഭാരതത്തെയായിരിക്കും. കാരണം ഭാരതത്തിന് അമേരിക്കയുമായും ബന്ധമുണ്ട്, ഇസ്രയേലുമായും ബന്ധമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഡോളറിനെതിരെ ഒരു നീക്കം നടത്താൻ ഇന്ത്യ തയ്യാറാവില്ലായിരിക്കാം. പക്ഷേ ചൈനയ്ക്കും റഷ്യയ്ക്കും കിട്ടുന്ന ഒന്നാന്തരം അവസരമാണ്. ഡോളർ ബേസ്ഡ് റെജിമൻ, ഡോളർ അധിഷ്ഠിതമായ ഇപ്പോഴത്തെ വ്യാപാരക്രമം, അന്താരാഷ്ട്ര വ്യാപാരക്രമം അവസാനിപ്പിക്കാൻ, വൺസ് ആൻഡ് ഫോർ ഓൾ അവസാനിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും ഉചിതമായ സമയം എന്ന നിലയിൽ അങ്ങനെയൊരു നീക്കങ്ങൾ സമാന്തരമായി ഇവരൊക്കെ നടത്തിയാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഇറാൻ യുദ്ധം അപ്രതീക്ഷിതമായ പുതിയ സമവാക്യങ്ങളിലേക്കും പുതിയ പരീക്ഷണങ്ങളിലേക്കും നീങ്ങിയാൽ നമ്മളത് ഞെട്ടലോടെ കാണേണ്ടതില്ല. ഇത് വരുത്തി വെച്ച ഒരു വിപത്താണ്, അമേരിക്കയുടെ ചില കാൽക്കുലേഷൻ പിശക് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ആത്യന്തികമായി പറയേണ്ടി വരും. മറ്റൊരു കാര്യം, ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്ത മുജ്തബ ഖംനേയിയെ അഭിനന്ദിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വന്നിട്ടുണ്ട്. മോസ്കോ ടെഹ്റാന് നൽകുന്ന പിന്തുണ പുടിൻ ആവർത്തിക്കുകയും ചെയ്തു. ഇറാനുമായുള്ള ബന്ധത്തിൽ റഷ്യ എന്നും വിശ്വസ്ത പങ്കാളിയായി തുടരും എന്നും പുടിൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രസ്താവനയെ കൂടി ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത്? കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ മുജ്തബ എന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിനാണ്. ഒരു ഏകാധിപതി മോസ്കോയിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു ഏകാധിപതി ടെഹ്റാനിൽ ഇരിക്കുന്ന ആളിന് അവിടെ സംസാരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതേസമയം എക്കാലത്തും ഊഷ്മളമായ ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ പരസ്പരം ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്. മൂന്നാമത്തേത്, അമേരിക്കയുമായി ഇടിച്ചു നിൽക്കാൻ, അമേരിക്കയെ കൈവിട്ട് അമേരിക്ക പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അമേരിക്ക എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ആത്യന്തികമായി റഷ്യക്കും ചൈനയ്ക്കും കൂടി വിപത്താകുന്ന രീതിയിൽ ലോകക്രമത്തെ പൂർണ്ണമായി കൈവെള്ളയിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ അത് റെസിസ്റ്റ് ചെയ്തില്ല എങ്കിൽ പിന്നീട് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അവർ രംഗത്ത് വരണം എന്ന് ചിന്തിക്കുന്ന, കുറച്ചുകൂടി ഓപ്പണായി രംഗത്ത് വരണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഇപ്പോൾ ആശ്രയിക്കുന്നത് എന്ത് വാക്കുകളാണ് ഉന്നത നേതൃത്വം, അതായത് ചൈനയിലെ ഷീ ജിൻപിങ് എന്താണ് കൃത്യമായി പറയുന്നത്, ആ വാക്കുകൾ തലനാരിയുടെ കീഴ് പരിശോധിക്കുന്ന തിരക്കിലാണ് ലോകം. അതുപോലെ വ്ളാഡിമിർ പുടിൻ പറയുന്ന വാക്കുകൾ എത്രയോ വളരെ ഗൗരവത്തിലാണ് എടുക്കുന്നത്. പുടിൻ പറയുന്നത് ഒരു സൂചനയാണെങ്കിൽ, പക്ഷേ എപ്പോഴും പുടിൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്തായിരിക്കാം സംസാരിച്ചത്? ഇറാൻ വിഷയമാവുമോ സംസാരിച്ചത്? അത് ഉക്രൈൻ റഷ്യ വിഷയമാണോ സംസാരിച്ചത്? ട്രംപിന് ഒരേ സമയം തന്നെ പുടിൻ എൻ്റെ നല്ല ചങ്ങാതിയാണ് എന്ന് പറയുന്നു, അതേസമയം പുടിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പുടിൻ എന്ന വ്യക്തി എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും അമേരിക്കയെ അന്ധമായി വിശ്വസിക്കാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ ട്രംപ് ആരെക്കുറിച്ചും, നരേന്ദ്രമോദിയെക്കുറിച്ച് ഉൾപ്പെടെ ആരെക്കുറിച്ചും എൻ്റെ നല്ല ചങ്ങാതിയാണ് എന്ന് പറയും. ഇതൊരു ബിസിനസ്സുകാരൻ്റെ ടാറ്റിക്സ് എന്നതിന് അപ്പുറം, ഒരു ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് എന്നതിനപ്പുറം അതിനൊന്നും അർത്ഥം കാണാനാവില്ല. അതുകൊണ്ട് റഷ്യ എന്താണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. കാരണം ഉക്രൈൻ യുദ്ധം എല്ലാവരും പറഞ്ഞല്ലോ, പല ആളുകളും പറഞ്ഞല്ലോ, ഏതാനും ആഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ റഷ്യ ഉക്രൈനെ പൂർണ്ണമായി കീഴടക്കും, അത്രയ്ക്കുള്ള ശക്തി ഉണ്ട്. അപ്പോൾ അമേരിക്കയും നെയ്റ്റോ കക്ഷികളും ഇടപെട്ടതുകൊണ്ടാണ് റഷ്യയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എന്ന് ആശ്വസിക്കുന്നവരുമുണ്ട്. പക്ഷേ റഷ്യ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് പുടിൻ മാത്രമേ തീരുമാനിക്കൂ. 4 വർഷം കഴിഞ്ഞിട്ടും പുടിൻ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ റഷ്യയുടെ ഒക്കെ യുദ്ധങ്ങൾ, ആക്രമണം ഒക്കെ ഏറെക്കാലം നിലനിൽക്കുന്ന ആക്രമണങ്ങളാണ്. കാരണം ടെറിറ്റോറിയൽ അഡ്വാൻറ്റേജ് ഉള്ള രാജ്യമാണ് റഷ്യ, വലിയ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ്. കരയുദ്ധത്തിലൂടെയൊന്നും ഒരു ശക്തിക്കും റഷ്യ ഒന്നും പിടിച്ചടക്കാനാവില്ല. നേതൃത്വത്തെ ഒരുപക്ഷെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം, പക്ഷേ കരയുദ്ധത്തിലൂടെ ആ ജനതയെ പിടിക്കാനാവില്ല. സമാനമായ രീതിയിൽ അത്ര വലിപ്പമില്ല എങ്കിലും ഇറാനെയും അങ്ങനെ പിടിക്കാനാവില്ല. ഇത് മറ്റാരേക്കാളും നന്നായി റഷ്യക്കറിയാം. അതുകൊണ്ട് യുദ്ധം നീണ്ടു പോകുന്തോറും സമ്മർദ്ദം കൂടുതൽ അനുഭവിക്കുക അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും ആവും എന്നും അവർ പിന്തിരിയാൻ നിർബന്ധിതരാകും എന്നും അതുവരെ ഇറാൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ തങ്ങൾ കൂടി ചേർന്ന് പിടിച്ചു നിർത്തും എന്നുമുള്ള റഷ്യയുടെ നയമാണ് ഇപ്പോൾ നമുക്ക് പുടിൻ്റെ പ്രസ്താവനയിലൂടെ കാണുന്നത്. അതുകൊണ്ടാണ് ഖൊമേനിയോട് പറഞ്ഞത്, മിസ്റ്റർ ഖൊമേനി, അതായത് മിസ്റ്റർ
മുജ്തബ ഖൊമേനി, യു ആർ ആക്സെപ്റ്റഡ് ആസ് ദ ലീഡർ ഓഫ് ഇറാനിയൻ പീപ്പിൾ. കാരണം നിങ്ങളുടെ ജനതയ്ക്ക് നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾ മാനിക്കും എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. നാനാർത്ഥങ്ങളുള്ള പ്രയോഗം.